കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഭൂമിയുടെ ഉപ്പ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ വാക്യത്തിൽ എഴുതിയിരിക്കണം ഉപ്പും കാരവും. അപ്പോൾ കാരമുള്ള ഉപ്പുണ്ട്, കാരം ഇല്ലാത്ത ഉപ്പുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പറയുകയാണ്, ഈ ഉപ്പ് മേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മേടിക്കുമ്പോൾ മറ്റേ കമ്പനിയുടെ ഉപ്പേ മേടിക്കാവുള്ളൂ. കാരണം ഇത് എത്ര ഇട്ടാലും കാരമില്ല. അപ്പോൾ ഉപ്പും കാരവും എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൽ ഉപ്പുള്ളവരാണെങ്കിൽ ഉപ്പ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഒന്ന്, രുചിക്ക് ഉപയോഗിക്കുന്നു. ഉപ്പിന് രുചി വേണം. രണ്ടാമത്തത്, ഉപ്പ് മറ്റുള്ള മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുന്നത് എന്തിനാണ്? കേടുവരാതിരിക്കാൻ. അതായത് മറ്റുള്ളവർക്കും കൂടി കേടുവരാതിരിക്കാൻ തക്കമുള്ള ഒരു കാര്യം അതിനകത്തുണ്ട്. പിന്നെ മറ്റൊന്നുണ്ട്, എന്തിന്? വളത്തിന് വേണ്ടി കൊള്ളാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഉപ്പിൻ്റെ പ്രയോജനങ്ങൾ. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഉപ്പിന് രുചി വേണം. രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ദൈവത്തിൻ്റെ ഭക്തൻ ലോകത്തുള്ള ഏത് പ്രസ്ഥാനമാകട്ടെ, ഏത് ശത്രുവിൻ്റെ രാജ്യമാകട്ടെ, പക്ഷെ അവിടെ ഒരു കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തൻ ഉണ്ടാകും. ഏത് ഗവൺമെൻറ് ആയാലും. അതായത് ദൈവികതയോട് വെറുക്കുന്ന ഭരണാധികാരികളുണ്ട്. പക്ഷെ അവിടെയും ഒരു ഭക്തൻ ഉണ്ടാകും, ഇല്ലാതെ വരില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജാതികൾക്ക് വെറുപ്പുള്ളവനും അധിപതികൾക്ക് ദാസനും, ജാതികൾക്ക് വെറുപ്പുള്ളവനും സർവനിന്ദിതനും അധിപതികൾക്ക് ദാസനും ജാതികൾക്ക് വെറുപ്പുള്ളവനും എന്നാണ് ഭക്തന്റെ പേര് തന്നെ. അപ്പോൾ ഇവർ വേണം. ഇതില്ലെങ്കിൽ നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ ഭരണത്തിന്റെ തലത്തിൽ ദാനിയേലുണ്ടായിരുന്നു. അതുപോലെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ഇവരുണ്ടാവും. കാരണം അതാണ്. അതോടുകൂടി അത് പൂർത്തിയാകൂ. എവിടെ ചെന്നാലും, അതായത് അവിടെ ചെന്ന് യോസേഫ് ചെന്ന് പോത്തിഫർ നോക്കിയപ്പോഴത്തേക്കും ഇവൻ ഇവിടെ വന്ന ആ സമയം മുതൽ എനിക്ക് അനുഗ്രഹം. എന്താ ശ്രദ്ധിച്ചു നോക്കി. ചില മനുഷ്യരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവൻ ഇവിടെ വന്ന് ഈ കുടുംബത്തിൽ കയറി പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ അങ്ങനെയാണ്. ഒരു ഭക്തൻ എവിടെയുണ്ടോ അവിടെ രുചി വന്ന ഭക്ഷണം പോലെയാണ്. രണ്ടാമത്, ഒരെണ്ണം ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മതി, ആ കൂടെ ഉള്ളവരെല്ലാം രക്ഷപ്പെട്ടു. 270 എത്ര പേരുണ്ടായിരുന്നു? 200 ചില പേരുണ്ടായിരുന്നു. 276 പേരുണ്ടായിരുന്നു. ആ 276 പേരും രക്ഷപ്പെട്ടത് ഒരൊറ്റ ആൾ മുഖാന്തര. ആര് മുഖാന്തര? അപ്പോസ്തലനായ പൗലോസ് മുഖാന്തര. കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുക. മൊത്തം 276 പേരുണ്ട്. അവർ മുഴുവനും മരിക്കേണ്ടതാ, പക്ഷെ മരിക്കില്ല. കാരണം ഉപ്പ് അതിനകത്തുണ്ട്. മറ്റുള്ളവരെ സൂക്ഷിക്കുന്ന ഒരു ഉപ്പ് അതിനകത്തുണ്ട്. ആരുണ്ട്? അപ്പോസ്തലനായ പൗലോസുണ്ട്. എന്നാൽ ഇതിന്റെ കാരങ്ങ് പോയാലോ? ഇതിന്റെ കാരങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെവിക്ക് കേട്ടിട്ടുള്ളതാ. എൻ്റെ പൊന്നേ, ആ സഹോദരനെ കൊണ്ട് നമ്മുടെ വണ്ടിയെ പോലും കയറ്റി കൊണ്ടുപോകരുത് കേട്ടോ.
കാരണം എന്തെങ്കിലും ആപത്ത്, ഇല്ലാത്ത ആപത്തുണ്ടാകും. അത് അത് ഏതുപ്പാ? കാരമില്ലാത്ത ഉപ്പാ. യോന ഇതിന്റെ കപ്പലിന്റെ അടിത്തട്ടിൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. എന്തുപ്പാന്നറിയാൻ പറ്റില്ല. എന്താ ഇപ്പൊ മുങ്ങും. എടുത്ത് സാധനത്തിന് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ഇപ്പൊ മുങ്ങും. ആ തര കയ്യിലിരിപ്പ്. ഇന്ന് ലോകത്തില് വിശ്വാസികളുടെ നല്ലൊരു വിഭാഗം ഇത്തരം. നമ്മള് സഹതാപം തോന്നി വിളിച്ച് കയറ്റി നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആത്മീയമണ്ഡലം നമ്മൾ കാണുന്നില്ല. കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ വാലും കൊമ്പും ഉള്ളതൊക്കെ ഉള്ള 100 കണക്കിനായിരിക്കും വരുന്നത്. ഉപ്പ് പോയ, കാരം പോയ ഉപ്പ് ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കർത്താവ് നമ്മെ ഇന്ന് ഓർപ്പിച്ചത്, നിങ്ങൾ ആരാണ്? ഭൂമിയുടെ ഉപ്പാണ്. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു ഭരണം കൊണ്ടോ ജീവിതം കൊണ്ടോ നന്മ വരണമെങ്കിൽ, സന്തോഷം വരണമെങ്കിൽ നിങ്ങൾ വേണം. മറ്റുള്ളവര് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ വേണം. അതാ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ദൈവം അത്യല്പമായ ഒരു ശേഷിപ്പിനെ കരുതിയിരുന്നില്ലെങ്കിൽ നിങ്ങൾ സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമായി പോയി പോകായിരുന്നു. ഈ ഒരു ഒറ്റ കൂട്ടം ഉള്ളത് കൊണ്ടാണ്, ദൈവത്തിന്റെ സഭയെന്ന് കർത്താവ് മുൻനിശ്ചയിച്ചുള്ള ഒരു ഒറ്റ കൂട്ടം ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യവംശം നിലനിൽക്കുന്നത് തന്നെ. കാരണം അവരാരാണ്? ഭൂമിയുടെ ഉപ്പ. ആ കാരം, ആ സംരക്ഷിക്കുന്ന കാരം, ആ രുചി വരുത്തുന്ന കാരം നമ്മിലുണ്ട് എന്ന് ഉറപ്പ് പ്രാപിച്ച് നാം മുമ്പോട്ട് നീങ്ങുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.